أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിമീങ്ങൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 61ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരായി, അതുവഴി അള്ളാഹുവിൻ്റെ അഹ്ലുകാരായി മാറാൻ തദ്രീബ് നമ്മിൽ നിന്നൊരു കാരണമായി ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും എല്ലാ സമയത്തും പ്രാർത്ഥിക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത്, പടച്ചവനെ പരിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു അല്പസമയം, ഒരു മുക്കാൽ മണിക്കൂർ സമയം ഞാൻ ഇരിക്കുന്ന ഈ ഇരുത്തത്തിൻ്റെ, ഈ സമയത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹുവേ എൻ്റെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ, എൻ്റെ പ്രയാസവും പ്രശ്നമൊക്കെ മാറിക്കിട്ടാൻ, എൻ്റെ ആഖിബത്ത് നന്നാവാൻ, ഈമാൻ സലാമത്താവാനുള്ളൊരു കാരണമായി ഖുർആനിൻ്റെ ഈ ഖിദ്മ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പ്രാർത്ഥനയാണ് നമ്മൾ ഓരോരുത്തരുടെയും അടുത്തു നിന്നുണ്ടാവേണ്ടത്. അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ തദ്രീബ് കുടുംബത്തിലെല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു വാചകം അതുണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങളുടെ വായനയായിരുന്നു അല്ലേ? അതിൽ തടിപ്പിച്ചു പറയേണ്ട അക്ഷരങ്ങൾ 7 ഉണ്ടെന്നും അതിൽ 3 എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു. ഹ പറഞ്ഞു, സ്വാദ് പറഞ്ഞു, ളാദ് പറഞ്ഞു. ഈ 3 അക്ഷരങ്ങൾ. ഇനി ബാക്കിയുള്ള 4 അക്ഷരങ്ങളുണ്ട്. ആ 3 ശരിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്നാൽ പിന്നെ ഈ ബാക്കിയുള്ള 4 വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. വായ നിറച്ചു പറയാമെന്ന്. ഓക്കേ, വായ നിറച്ച് തടിപ്പിച്ചക്ഷരമുച്ചാരണമതു തഫ്ഖീം. വായിക്കുന്നതു നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ തർഖീഖ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാടി തന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ വായ നിറഞ്ഞാൽ തഫ്ഖീം. ഇങ്ങനെ നേർത്തു പറഞ്ഞാൽ തർഖീഖ്. ഇതാണ് വിഷയം. ഓരോ അക്ഷരങ്ങളും നമ്മൾ വിശദമായി പറയണം. അക്ഷരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ കണ്ടു. ഇഹ്ദിനസ് സിറാത്ത എന്ന് പറയേണ്ടടുത്ത് ഇഹ്ദിനസ് സ്വീ എന്ന് പറഞ്ഞാലുണ്ടാകുന്ന അപകടം അല്ലേ? അങ്ങനെ വിശദമായിട്ട് നമുക്ക് അർജൻറ്റൊന്നുമില്ലല്ലോ അല്ലേ? ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വളരെ മനോഹരമായി എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ സവിസ്തരം പറഞ്ഞ് പാടി പഠിച്ച് പോവുകയെന്നുള്ളതാണ് അല്ലേ? ആരെങ്കിലും ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത, അല്ലെങ്കിൽ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് നാളെ തന്നെ തീരണം എന്ന് പറയുന്ന ആളുകളുണ്ടോ? നോ, ഇല്ല. ഇത് മെല്ലെ മെല്ലെ സാവധാനം നമുക്ക് ഓരോ വിഷയവും പഠിക്കുന്ന കാര്യങ്ങൾ കിളികിളിയായിട്ട്, മലയാളത്തിൽ അങ്ങനെ പറയാം, നമുക്ക് കിളികിളിയായി പഠിച്ചു പോവാം. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് പുതിയൊരു വേർഡ് ക്രിയേറ്റ് ചെയ്യാം, ക്ലിയറായിട്ട് പഠിച്ചു പോവാന്ന് അല്ലേ? അങ്ങനെ വേർഡൊന്നും ചിലപ്പോൾ ഡിക്ഷണറിയിലൊന്നും തിരഞ്ഞാൽ കാണൂല കേട്ടോ, ഞാൻ തൽക്കാലം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ആ 4 അക്ഷരങ്ങൾ കൂടെ ഒന്ന് പറയാം. ഓക്കെ, അടുത്ത അക്ഷരം ഗൈൻ.
ഏത്? ഗൈൻ, പുള്ളിയുള്ള ഗൈൻ. ഗൈരിൽ മഗ്ദൂബിയാണ്, അല്ലാതെ ഗൈരിൽ അല്ല, അല്ല, അല്ല. ചില ആളുകളുണ്ട് അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഓതുമ്പോഴേ ഗൈരിൽ മഗ്ദൂബി, ഗൈരി നോനോ, പിന്നെയോ ഗൈരി നോനോ, പിന്നെയോ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലേ? ന്റെ കൂടെ ആരോ ഒരാൾ പറയണം ഇപ്പോഴും. നോ ഇങ്ങോട്ട് നോക്കി, അല്ല, ചുണ്ട് ആവില്ല. അല്ലാതെ അല്ല, അങ്ങനെയല്ല, അല്ലേ? അതുകൊണ്ട് ഓക്കെ, അങ്ങനെ തന്നെ പറഞ്ഞു എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. നോക്കിയേ, ഗൈരിലും മഗ്ദൂബിലും ഗൈനാണെന്നോർത്തു പറഞ്ഞിടണേ, എന്നിങ്ങനെ വായ നിറഞ്ഞു പറഞ്ഞു പഠിച്ചിടണേ. ഓക്കെ. അടുത്തതോ ഏതാണ്? സുബ്ഹാനല്ലാഹ്. ഈ അക്ഷരം ഉണ്ടല്ലോ, ഇത് നമ്മളെ സ്വാദ് മാതിരി ചില ആളുകൾ എന്തുണ്ട് ത്വാ പറയാറുണ്ട്. നോക്കിയേ, ഈ അക്ഷരം ഇങ്ങനെ വായിക്കുന്ന ആളുകളുണ്ട്. പോ എന്ന ഹർഫിനെ ത്വാ ഉണ്ട്, ത്വാ അല്ലേ? فإذا جاءت الطامة الكبرى والسماء والطارق എന്നിടത്തെ നോക്കിയേ, فإذا جاءت കഴിഞ്ഞിട്ടേ ത്വാമത്തു, അങ്ങനെ ത്വാ. ഇത്ര വലിയ അപകടം അല്ലേ? ആ അക്ഷരം തന്നെ പോയിട്ട് പുതിയ രണ്ടക്ഷരമായിട്ട് വരിക, ഒന്ന് താവും പിന്നൊന്ന് വാവും. ത്വാ, തത്വം എന്ന് പറയുന്ന ത്വ. ചില ആളുകളുണ്ട് തോ എന്ന് പറയും, തോക്ക്, തോൽ എന്നൊക്കെ പറയുന്ന തോ. എന്നിട്ടോ വസ്സമാഇ കഴിഞ്ഞ് വത്തോരിഖ്, തോൽ, തോരണം തൂക്കും അല്ലേ? കേട്ടില്ലേ? എന്നാലേ അതൊക്കെ മലയാളമാണ്, അതൊക്കെ വേറെ ഭാഷകളിലാണ്. അല്ലാതെ അറബിയിൽ ത്വാ ഇല്ല, തോ ഇല്ല. വസ്സമാഇ വത്താരിഖ്, തൊലിയും തോരണവും തോന്നുന്നത് പോലൊരു തോ അറബിയിലില്ല. ത്വായിഫിലേക്ക് തരീഖാണുള്ളത്, ത്വായിഫിലേക്ക് ത്വരീഖില്ല. ത്വായിഫും ത്വരീഖും അല്ല, പിന്നെയോ ത്വായിഫും ത്വരീഖുമാണ്. ഓക്കെ. എല്ലാവരും പറയാ തോ ത്വയ് തൂ, തോ ത്വയ് തൂ, തോ ത്വയ് തൂ, അപ്പോ. ഇതും കൂടെ പാടി പഠിക്കാം. നോക്കിയേ, എന്നിങ്ങനെ വായ നിറഞ്ഞൊരു തോ പറഞ്ഞാട്ടെ, ത്വാഇറിനും ത്വയ്നും തൂഫാനും ഈ വിധമായി വന്നാട്ടെ. അങ്ങനെ തന്നെ. അപ്പോൾ തോ കഴിഞ്ഞു. ഇനി രണ്ടക്ഷരങ്ങളുണ്ട്. ഏതാണത്? ഖാഫ്. എന്താണ്? ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ് അല്ലാതെ ഖാഫ് കോ അല്ല, ഖാഫ് അതുമല്ല. ശബ്ദം ശരിക്കും ശ്രദ്ധിക്കുക, ഇങ്ങനെ തന്നെയാവണം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ്. റെഡി? ഖാഫ്. യെസ്. ഖ തൈ ഖു
എങ്ങനെ? ഖ ഖി ഖു. ഖാല യഖൂലു ഖീലയിൽ ഖാഫിനെ വായ നിറഞ്ഞു പറഞ്ഞാട്ടെ. ഖാ ഖീ ഖു എന്നിങ്ങനെ വായ നിറഞ്ഞൊരു ഖാഫ് മൊഴിഞ്ഞാട്ടെ. ഖാ ഖീ ഖു ഖൻ ഖാ ഖീ ഖു. അങ്ങനെ തന്നെ. ഏഴാമത്തെ അക്ഷരം, അതായത് വായ നിറച്ച് എപ്പോഴും എല്ലാ സമയത്തും വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളിൽ ലാസ്റ്റ് ലോ. നമ്മളെ തോല്ലേ അതിൻ്റെ മേലൊരു പുള്ളി കൊടുത്താൽ എന്താവും? ലോ 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 ആകും. ലോ 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 ലോ. ലാ 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 അല്ല. ദോ 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 അല്ല. ലാ 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 ലാ. നോ. ലോ 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 ലോ. നോ. ലോ 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 ലോ. യെസ്. ലോ 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 ലി ലു ഔ. എങ്ങനെ? ലോ ലി ലു ഔ. അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെ തന്നെ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ലോ ലി ലു ഔ. എന്ത് വേണം? നമ്മുടെ നാവിൻ്റെ തല മുൻപല്ലിൽ തട്ടിയിട്ട് വേണം പറയാൻ. ലോ 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 ലോ. ആ ലോ ലോ ലോ. എൻ്റെ കൂടെ പറയും നിങ്ങൾ ചിരിക്കാനായിട്ട്. ആ ഓക്കെ. ലോ 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 ലി 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 ലി. ലോ 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 ദു 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 ദു. പറഞ്ഞു പഠിക്കൽ തന്നെ ഇതിന് വഴിയുള്ളൂ, പരിഹാരമുള്ളൂ. ആ നാവിൻ തലമേലെ മുൻപല്ലിൽ തട്ടിപ്പറയൂ ലോലീലു ലോലീലു എന്നിങ്ങനെ വായ നിറഞ്ഞു പറഞ്ഞേ. ലോലീലു 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 പറഞ്ഞേ. ലോലീലു. അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പം എന്തായി? 7 അക്ഷരങ്ങൾ ഹെവിയാണ്, വായ നിറച്ച് പറയേണ്ടതാണ്. അതങ്ങനെ തന്നെ പറയണം. എങ്ങനെ തന്നെ പറയണം? ഇങ്ങനെ തന്നെ പറയണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മുതൽ നമ്മൾ ഓത്തിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉറപ്പ് ഉറപ്പ് ഇൻഷാ അള്ളാഹ്. ഇനി അക്ഷരങ്ങളൊക്കെ വളരെ വളരെ മനോഹരമായിരിക്കണം, കിളികിളിയായിരിക്കണം അല്ലേ? ഇൻഷാ അള്ളാഹ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇനി നമ്മൾ എന്തായി? 7 അക്ഷരങ്ങളും ശബ്ദം കേട്ടു. ഇനി എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് പല്ല്, നാവ്, അതൊക്കെ നമ്മൾ കാണിക്കും ഇൻഷാ അള്ളാഹ്. ഇത് ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് ഓതാം അല്ലേ? നിങ്ങൾ തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളുടെ ശബ്ദം ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. നമ്മളും ആ ഭാഗം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നു. ഓക്കെ. സൂറത്തുൽ അൻആം 95-ാമത്തെ ആയത്ത് ഓതല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأنى تؤفكون فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. Okay. إن الله فالق الحب والنوى فالق قف فالق no فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأنى تؤفكون. ആയത് നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ? അതല്ലേ? ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ
യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ്. ആരോ ഒരാൾ ഹയ്യ് എന്ന് പറഞ്ഞേ. വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹു ഫഅന്നാ തുഫകൂൻ. ട്ടാ ഫാലിഖുൽ ഇസ്ബാഹി നോക്കേ. ഫാലിഖുൽ ഇസ്സാദ് ഇസ്ബാഹി ഇസ്ബാഹി അല്ല ഇസ്ബാഹി. وجعل الليل سكنا والشمس والقمر حسبانا. فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم. وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر. وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر. قد فصلنا الآيات لقوم يعلمون. قد فصلنا. وهو الذي أنشأكم من نفس واحدة فمستقر ومستودع. أوكي فمستقر ومستودع. قد فصلنا الآيات لقوم يفقهون. باقي. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وجنات من أعناب والزيتون والرمان مشتبها وغير متشابه. انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. وجعلوا لله شركاء الجن وخلقهم وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. اوكي. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء. ماء എന്നുള്ളിടത്തെങ്ങാനും നിർത്തിയാൽ ماء അല്ലേ. فأخرجنا به نبات كل شيء فأخرجنا منه خضرا. خض രണ്ടും ഹെവി. خضرا. نخرج منه يعني نخرج منه حبا متراكبا. حبا متراكبا ومن النخل من طلعها ഖിൻവാനുൻ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സാക്കിനായ നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ ഹർഫ് വന്നാൽ എന്ത് വേണം? ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. പക്ഷേ 4 കലിമത്ത്. എത്ര കലിമത്ത്? 4 കലിമത്ത്. അതിൽ നിന്ന് ഒഴിവാണ്. ഖിൻവാൻ അതിലൊന്നാണ്, ബുൻയാൻ അതിൽ മറ്റൊന്നാണ്, സിൻവാൻ വേറൊന്നാണ്, ദുനിയ അവസാനത്തേതാണ്. ആ പദം ഇതവിടെ വന്നിരിക്കുന്നു. ഇവിടെ ഇൽഹാർ, ഈ ഇൽഹാറിൻ്റെ സ്പെഷ്യൽ പേരാണ് ഇൽഹാർ മുത്ലഖ്. പരീക്ഷ അടുത്ത മാസാട്ടോ, ശ്രദ്ധിച്ചോളൂ. ഇൽഹാർ മുത്ലഖ്.
قنوان دانية وجنات من أعناب والزيتون والرمان مشتبها والرمان ശബ്ദ മീമിൻ്റെ ഉന്നത്ത് മറന്നു പോകരുത്. وغير متشابه انظروا എന്തുകൊണ്ട് നമുക്കറിയാം അല്ലേ. ഇലാ സമരിഹി ഇദാ അസ്മറ വയൻഇഹ് അവിടെയൊക്കെ ശ്രദ്ധിക്കണം നിർത്തുമ്പോഴൊക്കെ. ഇന്ന ഫീ ദാലികും ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും. ഓക്കേ, വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون بديع السماوات والأرض بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة أنى يكون له ولد വലം തകുല്ലഹു സാഹിബ. നിങ്ങൾ ഓർക്കണില്ലേ സ്വാദ്. വഖലഖ നോക്കി, ഖ നോക്കി ഹെവി, ലാം നോക്കി ഹെവി അല്ല, പിന്നെ ഖ ഹെവി, രണ്ടിൻ്റെയും നടുവിൽ ഒരു സാധുവായ ലാം. ഖലഖ നേരത്തെ പറഞ്ഞതാണ്. വഖലഖ കുല്ല ശൈ വഹുവ ബികുല്ലി ശൈഇൻ അലീം. കുറച്ചുകൂടെ ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون. ഇവിടെ ദാലികുമുല്ലാഹു റബ്ബുക്കും, ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു. വഖഫ് എങ്ങനെ? ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. വളരെ ശ്രദ്ധിച്ച് ഓതേണ്ട ഒരു ഭാഗമാണിത്. ഖാലിഖു കുല്ലി ഷൈഇൻ. കാരണം എന്താണ്? ഖാഫിനും ലമ്മാണ്, കാഫിനും ലമ്മാണ്. ഈ ഖാഫും കാഫും അടുത്തു വന്നാൽ ഒരു വിഷയമുണ്ട്. എന്താ അറിയോ? ഒന്നിരിക്കൽ രണ്ടും അത് ഖാഫാകും, അല്ലെങ്കിൽ രണ്ടും അത് കാഫാകും. എന്നിട്ട് ഇങ്ങനെ ഓതും ഖാലിഖു കുല്ലി. ഖാഫും കാഫും മഖ്റജ് അടുത്ത അക്ഷരമാണ്, ഒരു നൂൽ മാത്രമേ വ്യത്യാസമുള്ളത്. ഖാലിഖുക്കു, ഖാലിഖുക്കു, ഖുക്കു, ഖുക്കു അങ്ങനെ തന്നെ പറയണം. ഖാലിഖുക്കു അല്ലാതെ ഖാലിഖുക്കുല്ലി. മിക്കവാറും ആളുകൾക്ക് ആ പിന്നെ ഖാഫ് കാഫായിട്ട് ഖാലിഖുക്കുല്ലി ഷൈഇൻ രണ്ടും കാഫാവാനാണ് സാധ്യത. ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅ്ബുദൂഹ് എന്ന് തന്നെ ആവണം. അവിടെ ഇതൊന്ന് കേട്ടു നോക്കിയേ. ഖാഫിൻ്റെ അടുത്ത് കാഫും കാഫിൻ്റെ അടുത്ത് ഖാഫും ശ്രദ്ധിക്കണേ. എന്നിട്ട് എന്ത് പറയണം? ഖാഫും കാഫും മാറരുതേ ഖദ് കാന ലക്കും എന്നായിടണേ. ഖാ പറയേണ്ടി വരുമ്പോൾ കായാവുന്നത് വൻപിഴവായിടുമേ. അവിടെയും വരും ആ പ്രശ്നം. ഖദ് കാന ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅ്ബുദൂഹ് വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലാ തുദ്രികു എന്ന കാഫിൻ്റെ ദമ്മാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ദമ്മും സുക്കൂനൊക്കെ പ്രശ്നം തന്നെയാണ്.
മിക്കവാറും ആളുകൾക്ക് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ലാ തുദിരിക്കുഹുൽ, ലാ തുദിരിക്ക് എന്ന് കാഫിന് ദമ്മു പറയേണ്ടത് സുക്കൂൻ വരും. ലാ തുദിരിക്കുഹുൽ അബ്സാറു, തുദിരിക്ക് ഹു നോ തുദിരിക്കുഹു, ലാ തുദിരിക്കുഹുൽ അബ്സാറു വഹുവ യുദിരിക്കുൽ അബ്സാർ. സാദ് കണ്ടില്ലേ നമ്മൾ? വഹുവൽ ലതീഫുൽ ഖബീർ. قد جاءكم بصائر من ربكم قد جاءكم بصائر من ربكم فمن أبصر فلنفسه فمن أبصر فلنفسه ومن عمي فعليها لا وما أنا عليكم بحفيظ وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون. കുറച്ചുകൂടെ اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون ونقلب أفئدتهم وأبصارهم كما لم يؤمنوا به أول مرة ونذرهم في طغيانهم يعمهون صدق الله العظيم. Okay. اتبع ما أوحي إليك من ربك. يعني اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين ولو شاء الله ما أشركوا ഇവിടെ നിർത്തുമ്പോഴേ മാ അഷ്റകൂ കാഫിന് ദമ്മ് നീട്ടാൻ വാവ് അതിൻ്റെ ശേഷം ഒരു ഹ ഇല്ല കേട്ടോ. അഷ്റകൂഹ് ഇല്ല. وما جعلناك عليهم حفيظا وما أنت عليهم بوكيل ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം നോക്കിയാൽ നിങ്ങൾ, നമ്മളിപ്പോൾ ഈ ഓതുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ ഈ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്നാൽ എത്ര 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 വർഷങ്ങൾ വേണ്ടി വരും. എന്നാൽ തന്നെ തീരൂ. ഇതിൻ്റെ ഓരോ ആയത്തിൻ്റെയും ഒക്കെ അർത്ഥത്തിലേക്ക് നമ്മൾ വന്നാൽ വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. എത്ര എത്ര മനോഹരാണിത്. ലോകത്തെ എല്ലാ മതക്കാർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? മതമില്ലാത്ത ആളുകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണല്ലോ ഈ ഭൂമിയെ പടച്ചത്. അല്ലാഹു റഹ്മാനല്ലേ? ബിസ്മിൽ എന്താ നമ്മൾ വന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. എന്താ റഹ്മാൻ? ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളുണ്ട്, അനുസരിക്കാത്തവരുണ്ട്. ഉണ്ടല്ലോ. അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ കാരുണ്യം കൊടുക്കും, ഇല്ലേ?
കൊടുക്കും. സമ്പത്ത് അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് മാത്രമാണോ സമ്പത്തുള്ളത്? ആണോ? സന്താനം അങ്ങനെയാണുള്ളത്? ആരോഗ്യം അങ്ങനെയാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓരോന്ന് എണ്ണി 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 നോക്കിയേ എല്ലാവർക്കും ഉണ്ടാവും. അതാണ് അള്ളാഹു റഹ്മാൻ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധ വചനങ്ങളാണിത്. ഇത് പറയാ വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹു അല്ലാത്തതിനെയൊക്കെ ആരാധിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരാരാധിക്കുന്ന സംഗതികളെയൊന്നും നിങ്ങൾ കുറ്റം പറയരുത്, ചീത്ത പറയരുത് എന്ന്. എത്ര മനോഹരം അല്ലേ? എന്തെല്ലാം സാധനങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ആരാധിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ എത്ര എത്ര ഉണ്ട്. കല്ലുകൾക്ക് അല്ലേ, മരങ്ങൾക്ക്, സൂര്യന്, ചന്ദ്രന്, വിഗ്രഹങ്ങൾക്ക്, ഓരോ ഓരോ ചില വ്യക്തികൾക്കൊക്കെ അവരെയൊന്നും നമ്മളെന്താവാ വേണ്ട, ചീത്ത പറയണ്ട, പരിഹസിക്കണ്ട. എന്താ സംഭവിക്കുക? അങ്ങനെ പരിഹസിച്ചാൽ അവർ അള്ളാഹുവിനെ ഇങ്ങോട്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. അവർ ആരാധിക്കുന്ന സംഗതികൾക്കൊക്കെ അവരാരാധിച്ച് അവരങ്ങനെ പോയിക്കോട്ടെ. നമ്മളോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നു. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്ത് നമ്മൾ ജീവിക്കുന്നു അല്ലേ? അല്ലാഹ്, ഇസ്ലാം എത്ര 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 സുന്ദരമാണ് അല്ലേ? നിനക്ക് വിശദീകരണങ്ങളിലേക്ക് പോയാൽ ഒരുപാട് പറയാനുണ്ട് ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്. വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. അതുകൊണ്ട് ആരും ആരെയും കുറ്റം പറയാനും ചീത്ത പറയാനും പരിഹസിക്കാനും ഒന്നും പോകണ്ട. ആരൊക്കെ എന്തിനൊക്കെ ആരാധിക്കുന്നോ അതിനൊക്കെ ആരാധിച്ച് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഭൂമി എല്ലാവർക്കും ഉള്ളതാണെന്നേ, അവരങ്ങനെ ജീവിച്ചോട്ടെ. ഓക്കെ. كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. അവസാനം സ്വർഗമാകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈമാനോടുകൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾക്ക് അവിടെ തയ്യാറാക്കി വെച്ച സ്വർഗമുണ്ടല്ലോ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഷുറ. അതാണ് റഹ്മാനിന് ശേഷം അള്ളാഹു പറഞ്ഞ റഹീം. ഓക്കെ. وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها എന്നാണ് ട്ടോ. قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون ونقلب أفئدتهم وأبصارهم كما لم يؤمنوا به أول مرة ونذرهم في طغيانهم يعمهون صدق الله العظيم. അള്ളാഹുവെ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതി നിന്നിലേക്ക് ഇതാ കൈകൾ ഉയർത്തുന്നു. ആയിരക്കണക്കായ മുത്തു മുഅ്മിനീങ്ങൾ, ഖുർആനിനെ മഹബത്ത് വെക്കുന്ന മുഹിബ്ബീങ്ങൾ, പടച്ചവനെ നിൻ്റെ പരിശുദ്ധ ഖുർആൻ, നിൻ്റെ കലാം നന്നായി ഓതണം. മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി ഒരു ഖത്മ് തീർക്കണം. അങ്ങനെ ഖബറിൽ കൊണ്ടുചെന്ന് അവിടെ കൊണ്ടുവച്ചാൽ അൽ ഖുർആനു ഇമാമി എന്ന് മുൻകർ നക്കീർ അലൈഹിമസ്സലാമിൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം, ഖുർആനാണ് എൻ്റെ ഇമാം എന്ന്. അത് മോഹിച്ചുകൊണ്ടാണ് പടച്ചവനെ ഈ തദ്രീബിൽ ഈ മുത്തു മുഅ്മിനീങ്ങൾ പഠിതാക്കളായി ശ്രോതാക്കളായിരിക്കുന്നത്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ശർറുകളെ തൊട്ട് നീ അകറ്റണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന നേരത്ത് പരിപൂർണമായ കാമിലായ ഈമാനോടുകൂടി നീ ഞങ്ങളെ തിരിച്ചു വിളിക്കണേ അല്ലാഹ്. അതിനു മുമ്പ് ഭൂമിയിൽ ഞങ്ങൾക്ക് ഖുർആനിൻ്റെ ഖിദ്മയിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങൾ, സാദാത്തീങ്ങൾ, ഉമറാക്കൾ, പ്രവർത്തകർ, അല്ലാഹുവേ ഈ തദ്രീബിൻ്റെ മുഴുവൻ മിസ്ൽ സവാബ് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്, ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറക്കും നിന്റെ പുന്നാര ഹബീബിൻ്റെ ഹദറത്തിൽ വന്ന് സിയാറത്തിനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാം നീ അറിയുന്നവനാണ്. എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ ബാധ്യത വെച്ചുകൊണ്ട് കടക്കാരായി ഞങ്ങളെ ആരെയും നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാഹ്.
അതിനു മുമ്പ് ഹലാലായ വഴികൾ അതൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ നീ ഞങ്ങൾക്കെല്ലാം തുറന്നു തരണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, റാഹത്തും സമാധാനവുമുള്ള വീട് നൽകണേ അല്ലാഹ്. നല്ല റാഹത്തുള്ള ഇണകളെ അന്വേഷിക്കുന്നവരുണ്ട്, അവർക്കത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാ ശർറുകളിൽ നിന്നും നീ കാവലാകണേ അല്ലാഹ്. പടച്ചവനെ, അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് സ്വർഗത്തിൽ നിന്റെ മുത്തഖീങ്ങൾക്കൊപ്പം നീ ഞങ്ങൾക്ക് ഇടം നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.